ആശാപ്രവർത്തകരുടെ സമരപ്പന്തലിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎ എത്തിയതിൽ അതൃപ്തിയുമായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. രാഹുൽ മാങ്കൂട്ടം തിരിച്ചുപോയതിനു ശേഷമാണ് പ്രതിപക്ഷ നേതാവ് സമരപ്പന്തലിൽ എത്തിയത്. പ്രതിപക്ഷ നേതാവിന് ട്രെയിൻ ഹരികൃഷ്ണ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു പ്രതികരണം കൂടി. പ്രതിപക്ഷ നേതാവിന് ട്രെയിൻ ആശാവർക്കർമാരുടെ സമരത്തെ പറ്റിയിട്ട്, അതായത് ആശാവർക്കർമാരുടെ സമരത്തെ പറ്റിയിട്ട് എനിക്ക് പ്രത്യേകമായി വൈകാരികതയുള്ള ഒരു വിഷയമാണ്. ഒരു നിയമസഭാ സാമാജികൻ എന്ന നിലയിൽ എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ അടിയന്തര പ്രമേയം ഞാൻ അവതരിപ്പിച്ചത് ആശാവർക്കർമാർക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾ തന്നെ ആലോചിക്കണം, ഈ തുച്ഛമായ പൈസയ്ക്ക് ഏതാണ്ട് 232 രൂപയ്ക്ക് പ്രതിദിന ജീവിതം നയിക്കേണ്ടുന്ന മനുഷ്യന്മാർ 1 കിലോ വെളിച്ചെണ്ണയുടെ വില പോലും ഒരു ദിവസത്തെ അവരുടെ വേതനമായിട്ടില്ല. ആ വേതനമായിട്ടില്ലാത്ത ആളുകൾക്ക് അവരുടെ ന്യായത്തിന് വേണ്ടിയിട്ട് നടത്തുന്ന സമരമാണ്. ആ സമരം അന്ന് സമരത്തെ അട്ടിമറിക്കുവാൻ വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ പറഞ്ഞത് 1000 രൂപ പോലും കൂട്ടാൻ കഴിയില്ല, കാരണം ഇതെല്ലാം കേന്ദ്രാവിഷ്കൃതമായ പദ്ധതിയാണ്, കേന്ദ്രമാണിത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. എന്നാൽ ഇപ്പോൾ 1000 രൂപ കൂട്ടിയത് കൊണ്ടെല്ലാം ആയി ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് അവർക്ക് ജീവിക്കാൻ കഴിയുന്നില്ല. കാരണം അന്നേരം കണക്കൂട്ടുമ്പോൾ ഏതാണ്ട് 260 രൂപയോ മറ്റോ ആണ് ആശാവർക്കർമാരുടെ പ്രതിദിന ശമ്പളമായിട്ട് വരുന്നത്. ആശാവർക്കർമാരുടെ സമരം ഇന്ന് അവസാനിപ്പിക്കാൻ പോവുകയാണ്. സമരപ്പന്തലിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎ എത്തി. വാദങ്ങൾക്ക് ശേഷം പ്രധാനപ്പെട്ട ഒരു സമരം നടക്കുന്ന സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിലെത്തി. അതേസമയം വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവ് അതിൽ അതൃപ്തനാണ് എന്നതാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് അമൽ തേനമ്പറമ്പിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. പാവപ്പെട്ടവരുടെ സമരം എവിടെയുണ്ടോ? ടി.എസ്. ഹരികൃഷ്ണ നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട്. ഹരി, എന്താണ് അവിടെ സംഭവിച്ചത്? പ്രതിപക്ഷ നേതാവ് നേതാക്കളുമായൊക്കെ സംസാരിക്കുന്നത്, സി.പി. ജോൺ ഉൾപ്പെടെയുള്ളവരുമായി സംസാരിക്കുന്നത് കാണുന്നുണ്ട്. അദ്ദേഹം മറ്റൊരു ഭാഗത്തേക്ക് പോകുന്നതും കാണുന്നുണ്ട്. അദ്ദേഹം വന്നിറങ്ങിയപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്നു. പ്രതിപക്ഷ നേതാവ് വന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ ആ സമരപ്പന്തത്തിൽ വന്നിട്ട് തിരിച്ചു പോവുകയാണ് ഉണ്ടായത്. അതായത് 11:30 മണിക്കാണ് പ്രതിപക്ഷ നേതാവ് ആശാവർക്കർമാരുടെ സമരപ്പന്തലിൽ എത്തുമെന്ന് അറിയിച്ചിരുന്നത്. 11:30 മണിക്ക് മുമ്പേ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ സമരപ്പന്തലിൽ എത്തിയിരുന്നു. അദ്ദേഹം അവിടെ വന്നിരുന്ന് ആശാവർക്കർമാരോടൊക്കെ സംസാരിച്ച് ഇരിക്കുകയായിരുന്നു. അതിനുശേഷം 11:30ക്കും പ്രതിപക്ഷ നേതാവ് വന്നില്ല. പ്രതിപക്ഷ നേതാവ് KPCCയിൽ ഭാരവാഹി യോഗം നടക്കുന്നുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും അവിടെയാണ് പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്നത്. അവിടെ നിന്നാണ് സമരപ്പന്തലിലേക്ക് വരേണ്ടിയിരുന്നത്. പക്ഷേ 11:30 മണി കഴിഞ്ഞ സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ നിന്ന് പോയി. അതിനുശേഷമാണ് പ്രതിപക്ഷ നേതാവ് സമരപ്പന്തലിലേക്ക് എത്തിയത്. അതായത് ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ സമരപ്പന്തലിന് മുന്നിൽ പ്രതിപക്ഷ നേതാവ് എത്തിയതിൻ്റെതാണ്. അതെ, അത് രാഹുൽ പോയതിനു ശേഷമാണ്. അതെ. രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ നിന്ന് ആ വാഹനത്തിൽ കയറി മടങ്ങിയതിന് ശേഷമാണ് പ്രതിപക്ഷ നേതാവ് സമരപ്പന്തലിലേക്ക് എത്തിയത്. അതായത് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ചോദിച്ചിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നതുമായി ബന്ധപ്പെട്ടും പ്രതിപക്ഷ നേതാവ് വൈകുന്നതുമായി ബന്ധപ്പെട്ടും അന്വേഷിച്ചപ്പോൾ അത് രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നതുകൊണ്ടല്ല താൻ വരാത്തത് എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസ് അറിയിക്കുന്നത്. അതിന് കാരണമായി പറയുന്നത് KPCCയിൽ ഭാരവാഹി യോഗം നടക്കുന്നുണ്ടായിരുന്നു, അവിടുന്ന് വരേണ്ട ഒരു താമസം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് കുറച്ചു സമയം വൈകിയത്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തായാലും പ്രതിപക്ഷ നേതാവ് ആ സമരപ്പന്തലിൽ എത്തുന്നതിന് മുമ്പേ മടങ്ങിയിട്ടുണ്ട്. ശരി, ആശാപ്രവർത്തകരുടെ സമരപ്പന്തലിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎ എത്തിയതിൽ പ്രതിപക്ഷ നേതാവിന് അതൃപ്തിയുണ്ട് എന്നതാണ് ടി.എസ്. ഹരികൃഷ്ണ തിരുവനന്തപുരത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്.